ക്കേണ്ടത് എന്നുള്ളത് അതാത് സ്ഥലങ്ങളിലെ സിറ്റുവേഷൻ, അവിടെ അതാത് സ്ഥലങ്ങളിൽ ഭൂമിക്ക് കഴിഞ്ഞ വർധവിന് ശേഷം എത്ര വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തെയും വിലവർധനവ് കണക്കിലെടുത്തിട്ട് വേണം ഭൂമിയുടെ വില വർദ്ധിപ്പിക്കാൻ. താങ്കൾ പറയുന്നത് ഓരോ പ്രദേശത്തും ഭൂമിയുടെ വില നിശ്ചയിക്കപ്പെടേണ്ടത് അവിടുത്തെ വിപണി വിലയുടെ കണക്കാക്കിയിട്ടായിരിക്കണം. അത്തരത്തിലൊരു ശാസ്ത്രീയമായ പഠനം ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. പകരം ഒറ്റയടിക്ക് 50% സർക്കാർ വർദ്ധിപ്പിക്കുകയാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇത് ചില സ്ഥലങ്ങളിൽ ഇത് ന്യായമായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഫയർ വാല്യൂ നിശ്ചയിച്ച സമയത്ത് തന്നെ ഇതിലൊരുപാട് അപാകതകൾ വന്നിട്ടുണ്ട്. ഒരേ സർവേ നമ്പറിൽ പെട്ട സ്ഥലങ്ങൾ, റോഡിൻ്റെ ഫ്രണ്ടേജുള്ള സ്ഥലങ്ങളുണ്ട്, അതിന് ബാക്കിലുള്ള സ്ഥലങ്ങളുണ്ട്, ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ജനങ്ങൾക്കറിയാം. അപ്പോൾ അതിനൊക്കെ ആ ഒരു സൗകര്യങ്ങൾക്കും റോഡിൻ്റെ ആക്സസിനും ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ടാണ് ഭൂമിയുടെ വില. പക്ഷെ അതൊന്നും കൺസിഡർ ചെയ്യാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇനീഷ്യൽ ഫിക്സേഷനിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് മുഴുവൻ ഇനിയും ഗവൺമെൻറ് പരിഹരിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അതിലുള്ള അപാകതകൾ പരിഹരിച്ച് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരു സിസ്റ്റം ഇതിന് കൊണ്ടുവരിക. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെയും പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ വരുന്ന വർധനവ് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വർധനവ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ വർദ്ധിപ്പിക്കാം. ന്യായവില വർദ്ധിപ്പിക്കണം. ഭൂമിയുടെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ന്യായവില വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിൻ്റെ രീതി ശരിയായ രീതിയല്ല. ഇതിപ്പം അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടല്ല പ്രശ്നത്തെ പരിഹരിക്കേണ്ടതല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി കളക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് 50% വർദ്ധിപ്പിക്കുക എന്നുള്ളത് തീരെ ശാസ്ത്രീയമല്ലാത്ത ഒരു രീതിയാണ്. ശ്രീരാമകൃഷ്ണൻ, ഞാൻ താങ്കളേക്ക് തിരിച്ചു. ശ്രീരാമകൃഷ്ണൻ, സർക്കാർ കണക്ക് പ്രകാരം 1 ഏക്കർ ഭൂമിക്ക് 1 ലക്ഷം രൂപ ന്യായവിലയുള്ള സ്ഥലം മാർക്കറ്റിൽ വിൽക്കുന്നത് വിപണി വില 1 കോടിക്ക് മുകളിലാണ്. ഭൂമിയുടെ ന്യായവില ഉയർത്തി നിയമങ്ങൾ കർക്കശമാക്കിയാൽ കൂടുതൽ പണം ഖജനാവിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അതാണ് ഇവിടെ ശ്രീമതി ലാലി വിൻസെന്റ് ഈ തീരുമാനത്തിന് പിന്നിലുള്ള ന്യായമായ യുക്തിയായി മുന്നോട്ട് വെച്ചതും. അതിലുള്ളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലാകമാനമുള്ള ന്യായവില നിശ്ചയിക്കുവാനുള്ള മാനദണ്ഡം സ്കെയിൽ ഒരുപോലെയാകാൻ പറ്റില്ല. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ആവശ്യത്തിനൊക്കെ ഉൾപ്പെടെ എറണാകുളത്ത് സ്ഥലമെടുത്തപ്പോൾ സെൻറ്റിന് 35 ലക്ഷം രൂപ പോലെ കണക്കാക്കി കൊടുത്തു ന്യായവില നിശ്ചയിച്ചപ്പോൾ. അത് എല്ലായിടത്തും പറ്റും. അപ്പോൾ എൻ്റെ മുന്നിൽ ഇന്നലെ വന്നൊരു ഉദാഹരണം, ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ വന്നൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ മണ്ഡലത്തിൽ മാറഞ്ചേരിയിലെ വില്ലേജ് സർവേ നമ്പർ 227 7 8 9 10 വഴിയില്ലാത്തൊരു സ്ഥലത്തിന് അവിടെ 1.5 ലക്ഷം രൂപയാണ് ഫെയർ വാല്യൂ വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റേറ്റ് ഹൈവേക്കും ഇതാണ്. അവിടേക്ക് നടന്നു പോകാൻ തന്നെ വഴിയില്ല. ഒരിക്കലും അവിടെ അംഗീകരിക്കപ്പെടാത്ത, ഒരിക്കലും കിട്ടാത്ത ഒരു വിലയാണ് ഈ സർവേ നമ്പറിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അപാകതകൾ പരിഹരിക്കുവാനുള്ളൊരു സംവിധാനമില്ല. മാസങ്ങളോളം സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയാലും ഈ അപാകതകൾ പരിഹരിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി കേരളത്തിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇത് വർദ്ധിപ്പിക്കുന്നത്. അതിനിടയിൽ ഇനിയിപ്പോൾ സ്വന്തം വീട്ടുകാർ തമ്മിൽ നടത്തുന്ന ഇടപാടുകൾക്കും വലിയ തോതിലുള്ള വർധനവ് വരികയാണ്. നേരത്തെ ഇവിടെ നിങ്ങളുടെ ന്യൂസിൽ തന്നെ പറഞ്ഞതുപോലെ 6% വർധനവ് വരുമ്പോൾ വലിയ തോതിൽ വരും. 50 ലക്ഷം രൂപയുടെ ഒരു ഭൂമിയുടെ ഉടമസ്ഥ മകനോ മകൾക്കോ അത് കൊടുക്കാൻ തീരുമാനിച്ചാൽ 1.5 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഗതികേട് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്? കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കുവാനുമുള്ള ഒരു ഡിബേറ്റിൽ നിന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒളിച്ചോടുന്നു? താങ്കൾ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി നിലയിൽ താങ്കൾ പറയേണ്ടത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന്റെ ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ മറുഭാഗത്ത് താങ്കൾ പറയുന്നത് പോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ നിയമസഭയെ ബൈപ്പാസ് ചെയ്ത് അധിക നികുതി വർധനവിന് ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫലപ്രദമായി ഇടപെടാൻ പ്രതിപക്ഷത്തിന് സാധിക്കേണ്ട എന്തുകൊണ്ട് കഴിയുന്നില്ല? പ്രതിപക്ഷം കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ കോപ്പിയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആരുടെയും പ്രസംഗം എടുക്കേണ്ട, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രസംഗങ്ങൾ മാത്രം എടുക്കുക. അദ്ദേഹം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് പത്രങ്ങൾ എഴുതിയ ലേഖനങ്ങളുടെ സമാഹരണം മാത്രം എടുക്കുക. അതൊക്കെ നേരത്തെ നിയമസഭയിൽ പറഞ്ഞതാണ്. അദ്ദേഹം ഓരോ സന്ദർഭത്തിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കേരളത്തിലെ ട്രഷറി ബാങ്കുകളിലുള്ള പണം മുഴുവൻ എടുത്ത് തോന്നിയതുപോലെ പുറത്തേക്ക് കൊടുക്കുകയാണ്. പൊതു ആവശ്യത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ICICIക്കും HDFCക്കും കൈമാറുന്നതിനുള്ള നിലപാട് നിങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സമാഹരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് പകരമുള്ള നിലപാട് തുടർച്ചയായിട്ട് സ്വീകരിക്കുന്നു. വിൽപ്പന നികുതി 75%. ഇപ്പോൾ അവർ തന്നെ സമ്മതിച്ചല്ലോ, 32,500 കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാൻ ബാക്കി. ആരാണ് ഉത്തരവാദി?
10-15 ദിവസം വൈകുമ്പോഴേക്ക് ഫീസ് ഊരി പോകുന്ന KSEB എന്തുകൊണ്ട് ഉന്നതരിൽ നിന്നും സമ്പന്നരിൽ നിന്നും അത് നികുതി പിടിച്ചെടുക്കുന്നില്ല? അവർ പറഞ്ഞ കണക്കന്നെ എൻ്റെ അടുത്തുള്ളത് 15,276 വിൽപ്പന നികുതി 15,276 കോടി, വാഹന നികുതി 818 കോടി, രജിസ്ട്രേഷൻ 178 കോടി. ഇതൊക്കെ സമാഹരിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? ഇതൊക്കെ സമാഹരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? വാട്ടർ അതോറിറ്റിയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. KSEBയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. താങ്കൾ ഈ തരത്തിൽ നികുതി അടയ്ക്കാത്തവരെ നികുതി പിരിച്ചെടുക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ നികുതി ചുമത്തി ഈ നികുതി കൃത്യമായി അടയ്ക്കുന്നവരുടെ മേലിൽ വൻ ഭാരം കെട്ടിച്ചമയ്ക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, വൻകിടക്കാരെ തൊടാൻ എന്തുകൊണ്ട് സർക്കാർ ഭയക്കുന്നുവെന്ന ശ്രീരാമകൃഷ്ണന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ല, അതില് ശ്രീരാമകൃഷ്ണൻ അറിയാവുന്ന ഒരു കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലാണ് ധാരാളം കടം നിൽക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കടമാണ് ഗവൺമെൻറ് ശക്തമായ മാധ്യമങ്ങളിലൂടെ പിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. KSEBയുടെ ആണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരസ്പരം കൊടുക്കാനുള്ള നികുതിയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റും ആ സ്ഥാപനങ്ങളും പരസ്പര ഉത്തരവാദിത്തം കാണിക്കണം. ഇവിടെ പഠിച്ച ഒരു വിഷയം, ഈ കിട്ടാനുള്ള നികുതികൾ എത്ര കോടിയാണ് എന്ന് പഠിച്ചപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ഇടപാടുകളിൽ തന്നെ ധാരാളം കോടി രൂപ കിട്ടാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിയുന്ന മറ്റു മാർഗങ്ങളിലുള്ള നികുതികൾ പിരിച്ചെടുക്കാനാണ് ഗവൺമെൻറ്റിന് ഇപ്പോൾ പെട്ടെന്ന് സാധിക്കുന്നത്. ഇത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യക്ഷമമായ നടത്തിപ്പിൻ്റെ കൂടെ ഒരു ഉത്തരവാദപ്പെട്ട വിഷയമാണ്. മറ്റൊരു പ്രശ്നം കിടക്കുന്നത് ഇത്തരം നികുതികൾ പിരിച്ചെടുക്കുമ്പോൾ കോടതികളിൽ വരുന്ന കേസുകളാണ്. മന്ത്രിമാർ തന്നെ ധാരാളം കേസുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തും സ്റ്റേകൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മേലാൽ മന്ത്രിമാർ അത്തരം സ്റ്റേകൾ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റിൻ്റെയും ഒരു മോണിറ്ററിംഗ് ഫെസിലിറ്റി ഉണ്ടാകണമെന്നും കോൺഗ്രസ് പാർട്ടി ഒരു നിർദ്ദേശം വെച്ചിരുന്നു. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളും വളരെ പെട്ടെന്ന് തീർപ്പാക്കാനുള്ള സംവിധാനവും ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ കഴിയുമെന്നും പാർട്ടി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇടത് വലത് വ്യത്യാസമില്ലാതെ ആര് ഭരിച്ചാലും സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ നികുതി പിരിവ് കുടിശ്ശിക ഊർജിതമായി പിരിച്ചെടുക്കാൻ വേണ്ട നടപടികളിലേക്ക് സർക്കാർ പോകുന്നതിന് പകരം എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം കെട്ടിവെക്കുന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. നിയമസഭയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിനെയാണ് ശ്രീരാമകൃഷ്ണൻ ഇവിടെ ചോദ്യം ചെയ്തത്. അതിനാണ് മറുപടി വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത്. കിട്ടാക്കടം പിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു മാർഗമാണ്. കിട്ടാക്കടം പിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ നല്ല വില വർധനയുള്ള ഭൂമിയുടെ നിശ്ചിത വില 50% വർദ്ധിപ്പിക്കുന്നതിൽ ശാസ്ത്രീയമായി യാതൊരു തെറ്റുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോശ്രീ പാലത്തിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുകയും ഗോശ്രീ പാലം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഐലൻഡുകളിൽ 2000-ഉം 3000-ഉം മാത്രം സെൻറ്റിന് വിലയുണ്ടായിരുന്ന ഭൂമിക്ക് ഇന്ന് 10 ലക്ഷവും 15 ലക്ഷവുമാണ് വിലയ്ക്ക് വിൽപ്പന നടക്കുന്നത്. പക്ഷേ കളക്ടർ നിശ്ചയിച്ച വില അനുസരിച്ചുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയാൽ മതി, രജിസ്ട്രേഷൻ ഫീസ് നൽകിയാൽ മതി. മെട്രോയ്ക്ക് വേണ്ടി ഭൂമി എടുത്തപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. മെട്രോയ്ക്ക് വേണ്ടി ഭൂമി എടുത്തപ്പോൾ 35 ലക്ഷം മുതൽ 51 ലക്ഷം രൂപ വരെ ഭൂമിക്ക് വില നൽകിയതായിട്ട് റെക്കോർഡുകളുണ്ട്. അപ്പോൾ അർബൻ ഏരിയയിൽ നമുക്ക് വളരെ വർധനയുണ്ടായി ഭൂമിയുടെ വിലയിൽ. റൂറൽ ഏരിയയിൽ അത്രമാത്രം വർധനയുണ്ടായിട്ടില്ല. 50% ന്യായവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അതൊരു ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ നിശ്ചയിക്കുന്നു? ഭൂമിയുടെ ന്യായവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ലേ? ഭൂമിയുടെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതെങ്ങനെ സർക്കാർ ഫ്ലാറ്റായിട്ട് തീരുമാനിക്കുന്നു? അതിലുള്ള അശാസ്ത്രീയതയാണ് മെഹബൂബിനെ പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. അല്ല, മെഹബൂബ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫ്ലാറ്റ് റേറ്റായി ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ശരി. കാരണം 1 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ള ഭൂമിയുടെ 50% വർധന വരുമ്പോൾ 10 ലക്ഷം രൂപ വിലയുള്ള ഭൂമിയുടെയും 50% വില വർധന വരുന്നത്. വിലയിൽ വ്യത്യാസമുണ്ട്. 2000 രൂപ വിലയുള്ള ഭൂമിയുടെയും 50% വർധന വ്യത്യാസം വരുന്നത്. അപ്പോൾ കേരളത്തിലുടനീളം 50% വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. വിലയിൽ
മര്യാദയ്ക്കുള്ള നമ്മുടെ ആനുപാതികം അനുസരിച്ചുള്ള വർധന ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. 6% എന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടില്ല. 2% എന്ന രജിസ്ട്രേഷൻ ഫീസും വർദ്ധിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ ഒന്നാകെ ഒരേ റേറ്റിൽ ഇപ്പോൾ എറണാകുളത്തുള്ള ഭൂമിയുടെ വിലവർധനവും കോഴിക്കോടുള്ള ഭൂമിയുടെ വിലവർധനവും തിരുവനന്തപുരത്തുള്ള വിലവർധനവും വില്ലേജുകളിലുള്ള വിലവർധനവും ഒരേ രീതിയിലല്ല. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിലവിലുള്ള ഫെയർ വാല്യൂ കുറവാണ്. ചില സ്ഥലങ്ങളിൽ നിലവിലുള്ള ഫെയർ വാല്യൂ കൂടുതലാണ്. പല രീതിയിൽ ഇപ്പോൾ വില നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വില നിശ്ചയിച്ചതിന് ശേഷം ചില നഗരങ്ങളിലും ചില ഗ്രാമങ്ങളിലും വില വളരെയധികം കൂടി. പക്ഷേ ചില സ്ഥലങ്ങളിൽ വിലവർധന ഉണ്ടായിട്ടില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ഇഷ്യൂ ഉള്ള വില്ലേജുകളിൽ അവിടുത്തെ വില ഒരു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും പിറകോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും അപൂർവം ചിലയിടങ്ങളിലെങ്കിലും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവിലയേക്കാൾ കുറഞ്ഞ വിപണി വിലയുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലേ ശ്രീമേബു? കുറഞ്ഞ വിലയുണ്ട്. അപ്പോൾ ഒരേ രീതിയല്ല വേണ്ടത്. വില വർധനവ് വേണം, ശരിയാണ്, ന്യായവില വർദ്ധിപ്പിക്കണം. അതൊരു ശാസ്ത്രീയമായ രീതിയിൽ. ഇപ്പോൾ ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡെവലപ്പേഴ്സിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഭൂമിയുടെ വില ഇപ്പോഴത്തെ ന്യായവിലയേക്കാളും ഒരുപാട് ഇരട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യായവിലക്കല്ല സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത്, പർച്ചേസ് വാല്യൂയോ ന്യായവിലയോ ഏതാണ് കൂടുതൽ എന്നാൽ അതിനാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ വളരെയധികം ന്യായവിലയേക്കാളും വളരെ കൂടുതൽ വിലക്ക് ഭൂമി വിൽപ്പന നടക്കുന്നുണ്ട്. ഞാനൊന്ന് ഇടപെടട്ടെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീരാമകൃഷ്ണൻ, ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ നമ്മളോട് പറയുന്നു ഇവിടെ ഒരു മദ്യനയം നടപ്പാക്കുന്നു, ബാറുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു, ഇതിൻ്റെ ഭാഗമായി സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടാകാൻ പോകുന്നു. മറുഭാഗത്ത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, നമുക്കുള്ളത് സാമ്പത്തിക ഞെരുക്കം മാത്രമാണെന്ന് നമ്മുടെ ധനമന്ത്രി പറയുന്നു. ഒരു ഭാഗത്ത് നികുതി വർധനവ് ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? ബാറുകൾ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ വേണ്ടിയുള്ള നീക്കമാണോ സർക്കാർ നടത്തുന്നത്? അതല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണോ? അതോ സർക്കാരിനകത്ത് തന്നെ ദുരൂഹമായ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മറുപടി പറയാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അല്ല, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, പ്രതിപക്ഷം ഇതിൽ വളരെ വ്യക്തതയോടുകൂടിയ ഒരു നിലപാട് നിരന്തരമായി സഭകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സാമ്പത്തിക ഞെരുക്കം മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്, ധാരാളം കണക്കുകളുമുണ്ട്. 2010-11 നമ്മുടെ റവന്യൂ കമ്മി എന്ന് പറയുന്നത് 3673 കോടി രൂപയായിരുന്നു. 2011-12 അത് 5534 കോടിയാണ് മതിപ്പ്. അത് 8034 കോടി രൂപയായി മാറി. 2014-15 എത്തിയപ്പോഴേക്കും മതിപ്പ് റവന്യൂ കമ്മി 7133 കോടി രൂപയായിരുന്നു. അതിന് 15000 കോടിയാവുന്ന അവസ്ഥയിലേക്കാണ് പോയത്. കഴിഞ്ഞ വർഷം അത് 12000 കോടിയായിരുന്നു. അതായത് നമ്മുടെ മതിപ്പ് റവന്യൂ കമ്മി കുതിച്ചു പോയി ആരുടെയും കയ്യിൽ